ദേശീയ പണിമുടക്ക് ദിവസം പത്തനംതിട്ട നഗരത്തിൽ എല്ലാ ദിവസത്തെയും പോലെ ബംഗാളി ഭായിമാർ ജോലി അന്വേഷിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നവർക്കാർക്കും പണിയില്ല എന്നാണ് പറയുന്നത്. അവർക്ക് ഇന്നത്തെ ദിവസം ജോലി വേണം എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട്. പക്ഷേ പണിക്ക് വിളിക്കാൻ ഇന്ന് ആരുമില്ല. അങ്ങനല്ലേ? ഇന്ന് പണിയില്ലേ? പണിയില്ല. ജോലിക്ക് ഇന്ന് പണിമുടക്കാന്ന് അറിഞ്ഞായിരുന്നു? പണിയില്ല സാറേ. ആരും വിളിക്കാൻ വന്നില്ലേ? വിളിക്കാനില്ല. ഇന്ന് പണിമുടക്ക് സമരമാണെന്ന് അറിഞ്ഞായിരുന്നു? ഇല്ല. അപ്പോൾ ഇന്നിനിപ്പോ എങ്ങനെ തിരിച്ചു പോകണം? തിരിച്ചു പോകണം. റൂമിലെ പോകണം. പണിയില്ല. ആരെങ്കിലും പണിക്ക് വിളിച്ചാൽ പോകും? പോവാം. പണിയില്ല. ഏത് സ്ഥലത്തു നിന്ന്? ഞാന് ബീഹാർ. സൂരജ്. ഇവരെല്ലാം നിങ്ങളെല്ലാം ഒറ്റ സ്ഥലത്താണ് താമസിക്കുന്നത്? എല്ലാം ബീഹാർ, ബംഗാളി. தமிழ் நான் தமிழ் தான். இங்கே ஒரு நாள் வேலை இல்லை. ஒரு நாள் வேலை செய்கிறோம், 2 நாள் சமைச்சிட்டு அவ்வளோ வேலை காசு எல்லாம் போயிடுது. அதான் பண்ணி இங்கே எத்தனை ஆள் இருக்காங்க, எல்லா பேர் வேலைக்கு போக மாட்டேங்கிறாங்க. 50% போகிறாங்க, 50 எல்லாம் ரூமுக்கு போகிறாங்க. அதான் பண்ணி இப்படி சர்க்கார்கிட்ட சொல்ல என்னமோ பணி கொடுப்பாங்க. பணி செஞ்சு நம்ம வீட்டுக்கு எல்லாம் சம்பளிங்க வைக்குவோம். வேற என்ன ஒன்றுமில்லை. ഒരു ദിവസം നിങ്ങൾ എത്ര കൂലി? ஒரு வருஷம் கூலி சாப்பிட்டு எல்லாம் அட்ஜஸ்ட் பண்ணி ஜாஸ்தி இல்லை, 50,000 அதே மாதிரி ஜாஸ்தி இல்லை. சர்க்கார்கிட்ட சொல்ல பணி கொடுப்பாங்க, எல்லாம் அட்ஜஸ்ட் வரும், எல்லாருக்கு பணி கொடுப்பாங்க. எல்லா பாரு எவ்வளோ எத்தனை ஆள் இருக்காங்க, யாருக்கு பணி இல்லை, ஒரு ஆள் பணி போகிறாங்க, எல்லா ஆள் ரூம்க்கு மறுபடி போகிறாங்க. அப்படி சர்க்கார்கிட்ட சொல்ல எல்லா பேருக்கு பணி கொடுப்பாங்க. எல்லா வீட்டில் ஆள் இருக்காங்க, ஃபேமிலி இருக்காங்க, எல்லாம் செய்வாங்க. அதான் சொல்கிறோம், வேற ஒன்றும் இல்லை. അതാ. താങ്ക് യു. ഓക്കെ. ഇന്ന് പണിയില്ലാത്തതാണ് അവരുടെ വിഷമം. മാത്രമല്ല ഇന്ന് അവർക്ക് ഫാമിലി ഉള്ളതാണ്. ഇത് സർക്കാരിനോട് അറിയിക്കണം. എല്ലാ ദിവസവും പണി വേണമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇവിടെ നിറയെ ഭായിമാർ ഇന്നത്തെ ദിവസം ജോലി കാത്ത് നിൽക്കുകയാണ്. ആരെങ്കിലും ഇന്ന് പണിമുടക്ക് ദിവസം ഇനി ആരെങ്കിലും ജോലിക്ക് വിളിക്കുമോ എന്നാണ് അവർ ഇവിടെ നോക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ രതീഷ് മൺവെച്ചലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്.